നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതെ, ഇവരിത്ര കുഴപ്പക്കാരാണെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം. അയ്യോ വേണ്ട മാഡം, അത് വേണ്ട. അതെ, ഇനി എന്തായാലും മോള് വണ്ടിയിലോട്ട് കേറ്. എനിക്ക് വഴിയിൽ ഒരു വീട്ടിൽ കയറാനുണ്ട്. ഒന്ന് തല കാണിച്ചിട്ട് നമുക്ക് അപ്പൊ തന്നെ മടങ്ങാം. അതുവരെ മോള് വണ്ടിയിലിരിക്കുക. ഞാൻ കൊണ്ടുപോയി വിട്ടോളാം. അയ്യോ വേണ്ട മാഡം. വേണം, തർക്കിക്കാൻ നിൽക്കണ്ട. നിന്നെ ഇന്നേ പരിചയപ്പെട്ടുള്ളെങ്കിലും എന്തോ ഒരടുപ്പം നിന്നോട് തോന്നുക. നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാതെ പോയാൽ എനിക്കൊരു മനസമാധാനം കിട്ടത്തില്ല കുഞ്ഞെ. അയ്യോ മാഡത്തിന് ബുദ്ധിമുട്ടല്ലേ ഇതൊക്കെ? ആഹാ, അല്പസ്വല്പം മറ്റുള്ളവർക്ക് വേണ്ടി ബുദ്ധിമുട്ടാനുള്ള മനസ്സൊക്കെ എനിക്കുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിപ്പോ ഇങ്ങനെയൊക്കെ ഞാൻ കഴിഞ്ഞു. പക്ഷേ ഇനി മുതൽ നീ പുറത്തിറങ്ങുമ്പോ ശ്രദ്ധിക്കണം. ഇവരൊക്കെ പക്ക ക്രിമിനൽസാ മോളെ. എന്തായാലും ഞാൻ അധിക ദൂരം പോകാതിരുന്നത് നന്നായി അല്ലേ? വാ, കേറ്. അല്ല, ഇതെന്താ നിങ്ങളെല്ലാം ഒരുമാതിരി ഇങ്ങനെ ഇരിക്കുന്നേ? ആകെ മൊത്തം മുഖഭാവം ശരിയല്ലല്ലോ. ശടാ, അല്ല കുഞ്ഞെ, നീ ഇവരെയൊക്കെ അറിയുവോ? അല്ല, ഇനിയിപ്പോ ഇവിടെങ്ങാണോ ആണോ നീ ജോലിക്ക് നിൽക്കുന്നത്? ഞാൻ പറയാം മുത്തശ്ശി. നന്ദിനിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അയ്യോ, നന്ദിനി ഈ വീട്ടിലെ സെർവന്റ് ഒന്നുമല്ല. ഷീസ് മൈ വൈഫ്, എന്റെ ഭാര്യയാണ്. സത്യമാണോ മോളെ? പിന്നെ എന്താ നീ എന്നോട് ഇതുവരെ പറയാത്തത്? യതിയുടെയും പത്മയുടെയും മരുമോളാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ തിരിച്ചറിയുമായിരുന്നില്ലേ? മുത്തശ്ശി, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒറ്റത്തവണ കണ്ട മുത്തശ്ശിക്ക് പോലും നന്ദിനി ഒരു കഴിവുള്ള പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. പക്ഷേ അതിപ്പോഴും തിരിച്ചറിയാത്ത ചിലരൊക്കെ ഉണ്ട് ഇവിടെ. എന്താ പത്മ ഇതൊക്കെ? ഒന്നും പറയണ്ട. ഇവന്റെ കല്യാണത്തെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിരുന്നു. സത്യം പറഞ്ഞ ഇവന്റെ ഭാര്യ എവിടാണെന്ന് ഞാൻ ചോദിക്കാനും ഇരിക്കുകയായിരുന്നു. പക്ഷേ നിന്റെ കൺമുമ്പിൽ നേരിട്ട് വന്ന് ഇറങ്ങിയിട്ടും നിന്റെ മോളും മരുമോനും ഒന്നും അറിയാൻ വയ്യാത്തതുപോലെ കഷ്ടമായി പോയി പത്മേ. എന്തിനാ ഇപ്പോഴും ഈ പകയം വെച്ചോണ്ടിരിക്കുന്നത്? അമ്മ വരൂ, പൂജയ്ക്കുള്ള സമയം. പൂജയൊക്കെ നടത്താം, നമുക്ക് മംഗളമായിട്ട് തന്നെ നടത്താം. പക്ഷേ പത്മേ, നീ ഈ കാണിച്ചത് തെറ്റാണ്. മകന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ മകൾക്ക് തുല്യമാ. മനസ്സിലായോ? കുലവും ഗോത്രവും ഒക്കെ നോക്കി കല്യാണം ആലോചിക്കുന്ന കാലമൊക്കെ എന്നേ കഴിഞ്ഞു. അവൻ ഇഷ്ടപ്പെട്ട അവളുടെ കഴുത്തിൽ താലി ചാർത്തിയെങ്കിൽ നീ അവളെ അംഗീകരിച്ചേ പറ്റൂ. എന്തിനാ ഇതിനെ പറ്റിയൊക്കെ കൂടുതൽ സംസാരിക്കുന്നത്? വാ, പൂജയൊക്കെ കഴിഞ്ഞ് സംസാരിക്കാം. അമ്മ വരൂ.